സോ സെക്ഷൻ 13 നമ്മൾ ഹോമോമോർഫിസത്തിൻ്റെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. GLNR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ എൻക്രോസ് ആൻഡ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സസ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പാണെന്ന് അറിയാം അല്ലേ. അതിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോമോമോർഫിസാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ. എല്ലാ മെട്രിക്സും എന്തുണ്ട്? ഒരു എൻക്രോസ് മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടൊരു വാല്യൂ കിട്ടും അല്ലേ. ഇവിടുത്തെ പ്രകാരം എന്താ? ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഒരിക്കലും സീറോ വരില്ല അല്ലേ. സോ നമ്മുടെ മാപ്പ് എന്താ? ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൾ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്നാണ് നമ്മൾ. കാരണം നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് രണ്ട് മെട്രിക്സിന് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. സോ എന്ത് ഫോം ചെയ്യും? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായി മാറും? ഒരു ഹോമോമോർഫിസ് ആയി മാറും. ഇവിടെ നിന്ന് എവിടേക്ക്? GLNRന്ന് R∗. ഓക്കെ. ഇനി ഈ ഹോമോമോർഫിസം തന്നെ ഇങ്ങനെയും ചെയ്യാം. എന്ത്? നമ്മളെടുക്കണ G' G തന്നെ ആയാലും വിരോധമില്ല. ഓക്കെ. ഇറ്റ് മീൻസ് വി ക്യാൻ ഹാവ് ഹോമോമോർഫിസം ഫ്രം G ടു ഇറ്റ് സെൽഫ്. ഓക്കെ. നമുക്കങ്ങനെ ആൾക്കാരെ പേര് വിളിക്കും. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ഓട്ടോമോർഫിസം എന്ന് വിളിക്കും. ഓക്കെ. ഓട്ടോമോർഫിസം അല്ല, സോറി, അത് തെറ്റാണ്. ജിന്ന് ജിയിലോട്ടുള്ള ഐസോമോർഫിസത്തിലെ ഇതിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് ഓട്ടോമോർഫിസം. ഓക്കെ. ജിന്ന് ജിയിലോട്ടുള്ള ഹോമോമോർഫിസത്തിൻ്റെ കളക്ഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവരെന്താവണം നിർബന്ധമില്ല, ഐസോമോർഫിസം ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ. സോ നമ്മൾ എക്സാമ്പിൾ കാണുന്നു. ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് 13.7 എക്സാമ്പിളാണ് എടുക്കാൻ പോകുന്നത്. 13.7 എന്താ? എന്നിട്ട് 6 എലമെൻറ്റ് ഓഫ് സെറ്റ് എവിടെ നിന്ന് എവിടേക്ക്? ആറിന്ന് സെഡിന്ന് സെഡിലോട്ടാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5R ഓഫ് സെറ്റ് ടു സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5R ഓഫ് n ഈക്വൽ ടു എന്താ? R ഓഫ് n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന എന്നിനെ എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. സോ m, n എലമെൻറ്റ് സെറ്റ് എടുത്ത് എന്താവും? 5R ഓഫ് m പ്ലസ് n ചെയ്ത് എന്തുണ്ടാവും? m പ്ലസ് n എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 6 ഇൻറ്റു m പ്ലസ് n അല്ലേ. മീൻസ് എന്താ ഉണ്ടാവുക? 6m പ്ലസ് 6n അല്ലേ. പക്ഷേ RM എന്ന് പറഞ്ഞാൽ ആരെയും മാറും. അപ്പോൾ 5R ഓഫ് m എന്ന് എഴുതാം, മറ്റേ 5R ഓഫ് n എഴുതാം അല്ലേ. ദാറ്റ് മീൻസ് എന്ത് കിട്ടി നമുക്കിപ്പോൾ? 5R ഓഫ് m പ്ലസ് n ഈക്വൽ ടു 5R ഓഫ് m പ്ലസ് 5R ഓഫ് n എന്ന് വെച്ചാൽ 5R എന്തായി മാറി? ഒരു ഹോമോമോർഫിസം ആയി മാറി അല്ലേ. ഇനി 5 നോട്ടിൻ്റെ അടുത്ത് എന്താ? 5 നോട്ടിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എന്താ അർത്ഥം? R ഫ്രം Z ടു Z എന്താ മാപ്പ്? 5R ഓഫ് n ഈക്വൾ ടു എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ R ഈക്വൾ ടു 0 ആണെങ്കിൽ എന്താ? 5 ഓഫ് n ഈക്വൾ ടു 0 ഇൻറ്റു n എന്ന് വെച്ചാൽ എന്താ? എല്ലാ എലമെൻറ്റും എവിടേക്കാണ് മാപ്പ് ചെയ്യും? 0ക്ക് തന്നെ മാപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താ? അതൊരു ട്രിവിയൽ ഹോമോമോർഫിസമായി മാറും അല്ലേ. 1 ഓഫ് n എന്തായിരിക്കുമോ? 1 ഇൻറ്റു n എന്ന് വെച്ചാൽ എന്തത്? ഐഡൻറ്റിറ്റി മാപ്പ് ആയിരിക്കും അല്ലേ. എന്നിനെ എന്നിക്ക് തന്നെ മാപ്പ് ചെയ്യുക, 1നെ 1ക്ക് തന്നെ മാപ്പ് ചെയ്യുക, 2നെ 2നെ മാപ്പ് ചെയ്യുക, എക്സെട്ര. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഒരു നമ്മുടെ ഐഡൻറ്റിറ്റി മാപ്പായിരിക്കും. ഇനി 5 മൈനസ് 1 ഓഫ് n എന്ന് വെച്ചാൽ എന്താണ്ടാവുക? എന്നിനെ എവിടേക്ക് മാപ്പ് ചെയ്യുക? ഈക്വൾ ടു എന്താ വരിക? മൈനസ് n ആയി മാറും. ദാറ്റ് മീൻസ് എന്നിനെ എന്ത് ചെയ്യുക? 1നെ മൈനസ് 1ലേക്ക്, 2നെ മൈനസ് 2ലോട്ട്, 3നെ മൈനസ് 3ലോട്ട്. ഈ മാപ്പ് എന്താണ്? ഇതൊരു ഓൺ ടു മാപ്പായിരിക്കും. ഓക്കെ. കാരണം ഏത് n എടുത്താലും അതിൻ്റെ എന്തെടുത്താൽ മതി? മൈനസ് n എടുത്തു കഴിഞ്ഞാൽ 5 ഓഫ് മൈനസ് 1 എന്താ പറയുന്നത്? 5 ഓഫ് ഏത് n എലമെൻറ്റ് ഓഫ് സെറ്റ് എടുത്താലും 5 ഇൻവേഴ്സ് ഓഫ് മൈനസ് n എന്തായിരിക്കും? n ആയിരിക്കും. ദാറ്റ് മീൻസ് ഏത് എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ദാറ്റ് മീൻസ് മാപ്പ് ഓൺ ടു ആണ്. പക്ഷേ സെഡിന്ന് സെഡിലോട്ടുള്ള എല്ലാ ഹോമോമോർഫിസം എന്തല്ല? ഓൺ ടു അല്ല അല്ലേ. കാരണം എന്താ? നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ നോക്കാം. ഇപ്പോൾ 5 ഓഫ് n എടുക്കുന്ന വെച്ചാൽ എന്താ ഉണ്ടാവുക? എല്ലാ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ദാറ്റ് മീൻസ് ഒരിക്കലും അപ്പോൾ 3 എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെ ഉണ്ടാവില്ല? 3 എന്ന് പറഞ്ഞ എലമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് ഉണ്ടാവില്ല അല്ലേ. ദാറ്റ് മീൻസ് ഒരു എലമെൻറ്റും ഫ്രം 5 ഓഫ് x ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? 2x ഈക്വൽ ടു 3 ആണ് അർത്ഥം. ദാറ്റ് മീൻസ് x ഈക്വൽ ടു ആരാ?
3/2 ആണ്. പക്ഷേ എക്സ് എന്തല്ല, 3/2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല അല്ലേ. ദാറ്റ് മീൻസ് 3ന് റെസ്പോണ്ടിങ് ആയിട്ട് എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. ദാറ്റ് മീൻസ് അപ്പോൾ എന്താ പറഞ്ഞത്, എല്ലാ 5R എന്താവണമെന്നില്ല, ഓൺ2 ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അടുത്ത ടൈപ്പ് മാപ്പ് എന്താ, എക്സാമ്പിൾ 13.8 ആരെക്കുറിച്ച് പറയാൻ പോകുന്നത്, ലെറ്റ് G ഈക്വൽ ടു G1 ക്രോസ് G2 ക്രോസ് എക്സെട്ര GI ക്രോസ് GN ആണ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് അല്ലേ. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു എന്ത്, എങ്ങനെ എടുക്കാം നമുക്ക് ഗ്രൂപ്പുകളിലെ G1 ക്രോസ് G2 ക്രോസ് എക്സെട്ര GN എടുക്കാം, എങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം. ബൈനറി ഓപ്പറേഷൻ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സിൽ ഫസ്റ്റ് കോർഡിനേറ്റിൽ G1 എന്ത് ഓപ്പറേഷൻ ആണോ അത് ചെയ്യുക, സെക്കൻഡ് കോർഡിനേറ്റിൽ G2 എന്ത് ഓപ്പറേഷൻ ആണോ അത് ചെയ്യുക, അങ്ങനെ എക്സെട്ര nth കോർഡിനേറ്റിൽ GN എന്ത് ഓപ്പറേഷൻ ആണോ ആ ഓപ്പറേഷൻ ചെയ്യാം അല്ലേ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരുമ്പോൾ എന്താണ്, പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, പർട്ടിക്കുലർ ആളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അതാണ് പൈ ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാൻ പോകുന്നത്. പൈ ഐ ഫ്രം G to GI എന്താ ഉദ്ദേശിക്കാൻ പോകുന്നത്, അതിൻ്റെ ith എൻട്രീനെ പ്രൊജക്റ്റ് ചെയ്യുക. പൈ ഐ ഓഫ് G1 G2 എക്സെട്ര GI GN ഈക്വൽ ടു GI എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൈ 1 ഓഫ് A, B എന്ന് പറഞ്ഞ അർത്ഥം ഈ രണ്ട് ആൾക്കാരിലെ ഫസ്റ്റ് കോർഡിനേറ്റിനെ സ്ട്രെസ് ചെയ്ത് കാണിക്കുക. അതാരാ, എ ആണ്. ദാറ്റ് മീൻസ് phi 1 ഓഫ് ബി അതാണ്. phi 2 ഓഫ് ബി ആയിരുന്നെങ്കിലോ എക്ക് വരുന്നതായി മാറും, ബി ആയി മാറും. ദാറ്റ് മീൻസ് സെക്കൻഡ് കോർഡിനേറ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെന്തായിരിക്കും, ക്ലിയർലി ഒരു ഹോമോമോർഫസ് ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്, G1 ക്രോസ് G2 ക്രോസ് എക്സെട്ര ക്രോസ് GN ആണ് ഗ്രൂപ്പ്. പൈ ഐ എടുത്തു കഴിഞ്ഞാൽ A1 A2 എക്സെട്ര AN സ്റ്റാർ B1 B2 എക്സെട്ര BN എടുത്താൽ എന്താ കിട്ടുക, തമ്മിൽ രണ്ട് സ്റ്റാർ ചെയ്യുക. അപ്പോൾ ANഉം എയുടെ ith എൻട്രിയും ബിയുടെ ith എൻട്രിയും കൂടി സ്റ്റാർ ചെയ്താൽ AI സ്റ്റാർ BI കിട്ടും. അതിനെ പൈ ഐ ചെയ്തെന്ന് കിട്ടുമ്പോൾ നമുക്ക് AI സ്റ്റാർ BI കിട്ടും. പക്ഷേ AI എന്ന് പറഞ്ഞാൽ എന്താ, AI എന്ന് പറയുന്നത് പൈ II ഓഫ് A ആണ്. A ആണ് ഈ ടേം അല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ ആരാ, പൈ I ഓഫ് ടേം ബി ആണ്. സോ ഇതെന്താണ്, ഒരു ഹോമോമോർഫസ് ആണ് അല്ലേ. ഓക്കെ, സോ പ്രൊജക്ഷൻ ഒരു ഹോമോമോർഫസ് കാണാൻ പറ്റും. അടുത്ത നമ്മൾ ഇൻ്റഗ്രേഷനെ കുറിച്ച് പറയാൻ പോകുന്നത്, ലെഫ്റ്റ് ബി ദി അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ഇൻ്റർവെൽ ക്ലോസ് ടു 0,1. ലെറ്റ് ആർ ബി ദി അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് റിയൽ നമ്പേഴ്സ്. സിഗ്മ ഫ്രം എഫ് ടു ആർ ഡിഫൈൻഡ് ബൈ എന്താ, സിഗ്മ ഓഫ് എഫ് ഈക്വൽ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 1 f of x dx ചെയ്യുക അല്ലേ. ഫോർ എഫ് എൽ ഓഫ് ഹോമോമോർഫിസം നമുക്കറിയാം, സിഗ്മ ഓഫ് എഫ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇൻ്റഗ്രൽ 0 to 1 f plus g of x dx. അല്ല, അതിന് എങ്ങനെ എഴുതാൻ വീണ്ടും, ഇൻ്റഗ്രൽ 0 to 1 f of x പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 g of x എന്ന് എഴുതാം. ദിസ് സിഗ്മ ഓഫ് എഫ് പ്ലസ് സിഗ്മ ഓഫ് ജി ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ഇതൊരു ഹോമോമോർഫസ് ആണ് അല്ലേ. അടുത്തത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് റിഡക്ഷൻ മോഡുലോ. ഓക്കെ, അത് എവിടെ നിന്ന് പഠിക്കുന്നതാണ്, മോഡുലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, എൻ മോഡുലോ ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ nth കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക അല്ലേ. സോ ദ ഗാമ, ഓക്കെ, സോ ഗാമ ഫ്രം എവിടെ നിന്ന് പഠിക്കുക, നാച്ചുറൽ മാപ്പ് ഫ്രം എവിടെ നിന്ന് പഠിക്കുക, സെഡ് നിന്ന് ZN ഡിഫൈൻ ചെയ്യാൻ പോണത്. ഗാമ ഓഫ് എം ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണേ, ഗാമ ഓഫ് എം ഈക്വൽ ടു ആർ. ആരാ തന്നിരിക്കണ എമ്മിനെ മൾട്ടിപ്പിൾ ഓഫ് എൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. വരുന്ന റിമൈൻഡറാണ് ആരാ വരാൻ പോണത്. സോ ആർ ഈസ് ദ റിമൈൻഡർ ഗിവൺ ബൈ ദ ഡിവിഷൻ അൽഗോരിതം വെൻ എം ഈസ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, കാണിക്കാൻ പോണത് എന്താ, ഗാമ ഒരു ഹോമോമോർഫസ് ആണ് കാണിക്കണം. അപ്പോൾ എന്താ കാണിക്കണ്ടേ, ഗാമ ഓഫ് എസ് പ്ലസ് ടി എടുത്താൽ എന്ത് കാണിക്കണം, അത് ഗാമ ഓഫ് എസ് പ്ലസ് ഗാമ ഓഫ് ടി ആണെന്ന് കാണിക്കണം അല്ലേ. ഓക്കെ, സോ നമുക്ക് ഡിവിഷൻ അൽഗോരിതം ഉപയോഗിക്കുന്നു. ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ ഡെഫിനിഷൻ എന്താ, നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഡിവിഷൻ അൽഗോരിതത്തിൽ കാര്യങ്ങൾ എന്താ ചെയ്യാന്നുള്ളത്. രണ്ട് എലമെൻറ്റ് എയും ഒരു എസ്സും, ഇവിടെ എസ്സും എന്നും ആണുള്ളത്. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എസ്സിനെ എങ്ങനെ എഴുതാം, എസ് ക്യാൻ ബി റിട്ടൺ ആസ് എസ് ഈക്വൽ ടു സം Q1 N1 പ്ലസ് R1 എഴുതി. അതേപോലെ തന്നെ ആരെ കൂടി എഴുതാം, ടി ഈക്വൽ ടു സം Q2 N പ്ലസ് R2 എന്ന് എഴുതി അല്ലേ. ഇനി ഇപ്പോൾ RIയുടെ പ്രത്യേകത എന്താ, RI R1 R2ഉം എന്നിനേക്കാളും ചെറുതായിരിക്കും അല്ലേ. സോ R1 പ്ലസ് R2 ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക, Q3 N
നമ്മളിനി R1+R2 കൂടി ചെയ്തു. R1+R2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് തൽക്കാലം Q3n+R3 എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഡെഫിനിഷൻ പ്രകാരമാണ് നമ്മൾ പറയുന്നത് R1, R2, R3 ആരെക്കാളും ചെറുതാണ്, n-നേക്കാളും ചെറുതാണ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. സോ S+T ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 ആഡ് ചെയ്തു. എന്താ കിട്ടിയേ? S+T = എന്താ? Q1+Q2+Q3 × n+R3 അല്ലേ? അപ്പോൾ എന്താ കിട്ടിയത്? S+T എന്ന് പറഞ്ഞ നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റും? Q1+Q2+S+T എന്ന് പറഞ്ഞ നമ്പറിനെ Q1+Q2+Q3 × n+R3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ദാറ്റ് മീൻസ് S+Tയുടെ മോഡിലോ n ചെയ്താലുള്ള റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? R3 ആണ്. എന്ന് വെച്ചാൽ ഗാമ ഓഫ് S+T എന്ന് പറഞ്ഞാൽ ആരാണ്? R3 ആണ് അല്ലേ? ഓക്കെ, ഇനി ഇക്വേഷൻ 1ലും 2ലും എന്താ കിട്ടിക്കണം നോക്കുക. ഗാമ ഓഫ് S1 എന്താ? R1 ആണ്. ഗാമ ഓഫ് T എന്താ? R2 ആണ് അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ ഗാമ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ R1 ആണ്. കാരണം എന്താ? ഇക്വേഷൻ 2 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എസ്സിനെ എന്നിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് R1 ആണ്. അതുപോലെ ടീനെ എഴുതി കഴിഞ്ഞാൽ റിമൈൻഡർ R2 ആണ് അല്ലേ? അപ്പോൾ ഗാമ ഓഫ് S+T എന്ന് പറഞ്ഞാൽ എന്താ കിട്ടേണ്ടത്? R1+R2ൻ്റെ മൾട്ടിപ്പിൾ ഓഫ് n+ എന്ന് എഴുതിയിട്ടുള്ള റിമൈൻഡർ അതാരാ? R3 ആണ് അല്ലേ? ദാറ്റ് മീൻസ് എക്സാക്ട്ലി ഗാമ ഓഫ് S+T = നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഗാമ ഓഫ് S + ഗാമ ഓഫ് T ആവുന്നുണ്ട് അല്ലേ? ദാറ്റ് മീൻസ് ഗാമ ഫ്രം Z to Zn അഡീഷൻ മോഡിലോ n ചെയ്യുന്ന മാപ്പ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആയിരിക്കും. ഇതൊരു നാച്ചുറൽ ഹോമോമോർഫിസമാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസം ആണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം.